നമസ്തേ. ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും അവർ നേരിടാൻ പോകുന്ന കർമ്മ എന്തായിരിക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ശക്തമാകുന്ന റെസനേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തിയോ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയ പേഴ്സണോ ഒന്നുമല്ല, നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമ്മളിവിടെ കണക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ റീഡിങ്സിൽ എനർജിയുടെ പ്രസൻസ് കൊണ്ടുവരിക. ഏത് വ്യക്തിനെയാണോ നിങ്ങൾക്കിപ്പോൾ കറൻറ്റിൽ മനസ്സിൽ ചിന്തിക്കേണ്ട, ഏത് പേഴ്സണെ ആണെങ്കിലും ഏത് ബന്ധമായാലും നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. റൈറ്റ് ഹീലിംഗ്, മണി അഫർമേഷൻസ്, വരാഹി മന്ത്രം, നമ്മുടെ എനർജികളെല്ലാം നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജിൽ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത്, അഫർമേഷൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കണക്റ്റ് ചെയ്ത് പോകണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ നിങ്ങളൊരു റൈറ്റ് ഹീലിംഗ് മാത്രമെങ്കിലും നിങ്ങൾ ചെയ്ത് കടന്നു പോകണം, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരാൻ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അറിയേണ്ടത്, പാസ്റ്റ് ആയിക്കോട്ടെ, പ്രസൻറ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഇതിനുള്ളിലുള്ള നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്ന കൺഫ്യൂഷൻസ്, നിങ്ങൾ ചതിക്കപ്പെടുന്നുണ്ടോ, ഏത് രീതിയിലാണ് ചതിക്കപ്പെടുന്നത്, ഇതിനകത്ത് ബ്ലാക്ക് മാജിക് എനർജിയാണോ കർമ്മയാണോ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ ഒരു റീഡിങ്സ് എടുത്തു നോക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്തു നോക്കാൻ ശ്രമിക്കുക കേട്ടോ. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സെൽഫ് ലവ് എനർജിയിലൊക്കെ കടന്നു പോകാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് അവരെ സംബന്ധിച്ച് എല്ലാ സുഖങ്ങളും അവർക്ക് ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, അതായത് എല്ലാ രീതിയിലും അവർക്ക് സെൽഫായിട്ട് കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് പോകാൻ കഴിവുള്ള അങ്ങനെ ഒരു വിൽ പവർ എനർജിയുള്ള, അതൊരു ജന്മസിദ്ധമായ കഴിവെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ചിലർക്കൊക്കെ ജന്മനാലെ തന്നെ ഈ എലോൺ എനർജിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത കുറച്ച് ആളുകളുടെ പ്രസൻസ് ഉണ്ട്. അങ്ങനെ ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട്. ആ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്ന പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അവരിലേക്ക് കണക്റ്റ് ചെയ്ത് അവർ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുകയും അത് സ്വയം പങ്കിടുകയും ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെന്ന് പെട്ടത് പുലിമടയിലാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള, മറ്റുള്ളവരുടെ ഇമോഷൻസിനോ മറ്റുള്ളവരുടെ ഒരു കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് എന്തു വരുന്നു, അവരെന്ത് ചിന്തിക്കുന്നു, ഇങ്ങനെ ഒന്നും ചിന്തയില്ലാത്ത തരത്തിലെ പ്രൗഡായ ഒരു ക്യാരക്ടർ എനർജിയുള്ള, പേഴ്സണാലിറ്റിയുള്ള വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഏത് പ്രതിസന്ധിയെ ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും അവർ സ്വയം അവരെ തന്നെ കണക്റ്റ് ചെയ്ത് കടന്നു പോകും. അവർക്ക് മറ്റൊരാളുടെ പ്രസൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഈ ഒരു വ്യക്തി ഒരു ചീറ്റിംഗ് ചെയ്യാനുള്ള കാരണം നിങ്ങളെ കൂടാതെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയെ കണക്റ്റ് ചെയ്തുണ്ടായിരുന്നു, മറ്റെന്തൊക്കെയോ ബന്ധങ്ങളെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റാരുടെയൊക്കെയോ കാത്തിരിപ്പും പ്രാർത്ഥനയുമാണ് നിങ്ങൾക്കിടയിൽ ഒരു ചീറ്റിംഗ് സംഭവിക്കാനുണ്ടായ കാരണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരു സക്സസ്, മറ്റൊരു കാര്യത്തിലേക്ക് ഈ വ്യക്തി ഫോക്കസ് ചെയ്തു. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയേക്കാൾ കുറച്ചും കൂടി മൂല്യവത്തായ ഒന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണുകളിൽ ആ വ്യക്തി കണ്ടു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിൽക്കെ തന്നെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്തു പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പിന്മാറുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആ വ്യക്തിക്ക് ആവശ്യമില്ല എന്ന് ഒരു ഇൻഫർമേഷൻസ് ഒന്നും നിങ്ങൾക്ക് നൽകാതെ ഈ വ്യക്തി മറ്റൊരിടത്തേക്ക് ഒരു
മനസ്സാക്ഷിയും ഇല്ലാതെ കടന്നു പോയതായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സെൽഫിഷ് മെൻറ്റാലിറ്റിയുള്ള ഈഗോയിസ്റ്റിക്കായ, മറ്റുള്ളവരിലേക്ക് യാതൊരുവിധ മറ്റുള്ളവരുടെ വേദനയ്ക്കോ മറ്റുള്ളവരുടെ ഇമോഷൻസിനോ ഒന്നും യാതൊരു വാല്യൂം കൊടുക്കാത്ത വിധം വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന, വളരെ ശക്തമായിട്ട്, അപ്പോൾ ഇന്ന് പറഞ്ഞതായിരിക്കില്ല നാളെ പറയുന്നത്, അതുപോലെ മാറ്റി പറയാൻ, മാറ്റി പ്രകടിപ്പിക്കാൻ, മാറ്റി പെരുമാറാനൊക്കെ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് താനും. കൂടാതെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി നിലനിൽക്കുന്നിടത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ പ്രസൻസ്, ഓപ്പർച്യൂണിറ്റീസുകൾ ഉള്ള വ്യക്തി കൂടിയായിരുന്നു. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പെയിൻഫുള്ളാകുന്ന ഒരു സിറ്റുവേഷൻസ് വരണം, മറ്റുള്ളവരിലേക്ക് നമ്മൾക്ക് ഒരു ചിന്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതുപോലെ വേദനയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുകയുള്ളൂ, അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഇത് അങ്ങനെ ഒരു സാഹചര്യമില്ല. ഒന്ന് മാറി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് ഈ വ്യക്തികൾക്ക് അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക, സാഹചര്യങ്ങൾ കണക്ട് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത വ്യക്തി, ഒന്നിനെക്കുറിച്ചും ഓർക്കേണ്ട ആവശ്യമില്ലാത്തൊരു പേഴ്സൺ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ചിലരെ സംബന്ധിച്ച് മാര്യേജ് പോലുള്ള ചില കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിൽ നിന്നും സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യാനുണ്ടായ കാരണം. വിവാഹം പോലുള്ള ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് അവർ ചിന്തിച്ചതുപോലെ അവർ ആഗ്രഹിച്ച തലത്തിലുള്ള ചില സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ചിലരെ സംബന്ധിച്ച് പുതിയ ചില ബന്ധങ്ങൾ, പുതിയ ചില ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഈ വ്യക്തിക്ക് വന്നതായിട്ടും നമുക്ക് പറയാൻ പറ്റും. അവസരം മീൻസ് ഏത് മേഖലകളും ആവാം, റിലേഷൻഷിപ്പ് ആവാം, കരിയർ മേഖലയാവാം, സാമ്പത്തികപരമാകുന്ന ചില മേഖലയാവാം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളും വന്നത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു ചീറ്റിംഗ് മീൻസ് നിങ്ങളോട് പറയാതെ നിങ്ങളെ ആ ഒരു അവസ്ഥയിൽ സ്തംഭിപ്പിച്ച് കളഞ്ഞിട്ടും പിന്മാറിയതെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയിലേക്കാണ് അവരുടെ എനർജി കണക്ട് ചെയ്ത് പോകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളെയും മറ്റൊരു സിറ്റുവേഷൻസിനെ വെച്ചൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ടായിരുന്നു അവരുടെ മനസ്സിനകത്ത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. ഇതിനകത്ത് മെയിനായിട്ട് ചിലരെ സംബന്ധിച്ച് വിവാഹത്തിലേക്ക് പോയവരുണ്ട് കേട്ടോ. നിങ്ങളിൽ നിന്നും നിങ്ങളെ ചതിച്ച് ചീറ്റിംഗ് ചെയ്ത് ശക്തമാകുന്ന രീതിയിൽ ചതി ചെയ്തുകൊണ്ട് മാര്യേജ് എനർജിയിലേക്ക് പോയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവാം. വിവാഹം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം മറ്റു രീതിയിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് പാസ്റ്റ് എനർജിയിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫസ്റ്റ് എനർജി കിട്ടിയില്ല, ആരുടെയൊക്കെ ഒരു പ്രാർത്ഥന, ആരുടെയൊക്കെ ഒരു ഉൾവിളിയുടെ ഫലമായിട്ട് ഇവർ നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തികളുണ്ട്. അതും ചിലരെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസുകൾ, സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് നിങ്ങളെ വിട്ടുപോയ വ്യക്തികൾ, നിങ്ങളെ ചതിച്ച് കടന്നുപോയ വ്യക്തികളാണ് കേട്ടോ. അതല്ലാതെ നിങ്ങളോടൊരു നല്ല രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു എനർജി നൽകിയിട്ടോ പോയ വ്യക്തികളല്ല, നിങ്ങളെ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ വ്യക്തികളാണ് കാണുന്നത്. അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളോടൊപ്പം അവർ നിൽക്കുമ്പോഴും അവരുടെ ഉള്ളിൽ നിങ്ങളിൽ സംതൃപ്തമല്ലാത്ത രീതിയിൽ മറ്റെന്തൊക്കെയോ ചിന്തകൾ ഉണ്ടായിരുന്നു. ചിലരെ സംബന്ധിച്ച് പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളോട് ഹൈഡ് ചെയ്ത് പക്ഷേ പാസ്റ്റിലേക്ക് തിരിച്ചു പോകണമെന്ന് എപ്പോഴും ഇവരുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതായത് നിങ്ങളിൽ അവർ പൂർണ്ണമായിട്ടും സംതൃപ്തിയോടുകൂടി അല്ലായിരുന്നു നിങ്ങളോടൊപ്പം കണക്ട് ചെയ്ത് നിന്ന സമയങ്ങളെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അവർ മറ്റൊരിടത്തേക്ക് പോയി. പിന്നെ ചിലരിലേക്ക് നമ്മൾ പറഞ്ഞില്ലേ കുറേ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ആരോടും ഒരു കമ്മിറ്റഡായ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പിന്നെ മെയിനായിട്ട് പറയാൻ പറ്റുന്നത് 3 എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. വെറുതെ ഒരു അട്രാക്ഷൻ, അഡിക്ഷൻ, അതല്ലെങ്കിൽ എന്താ പറയുക ഒരു പെടുത്തിക്കളയണം, നിങ്ങളെ ട്രാപ്പിലാക്കി ഇട്ടേച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവർ പോയത് വളരെ ഹാപ്പിനെസ്സോടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടും കൂടി അവർ സക്സസ് ആയി, അവർ ജയിച്ചു, അവർക്ക് എന്തോ തിരിച്ച് കിട്ടി, മൂല്യമുള്ള എന്തോ തിരിച്ച് കിട്ടി എന്നുള്ള ഒരു ഫീലിങ്സോട് കൂടി ആണ് അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോയതായിട്ട് കാണുന്നത്. ഫ്യൂച്ചറിലേക്ക് അവർക്ക്
ശക്തമായ പ്രതീക്ഷയും നല്ല ഒരു തീരുമാനങ്ങളും ചില എന്താ പറയുക പവർഫുള്ളാകുന്ന ചില എനർജികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ സാഹചര്യത്തെ ശരിക്കും മാനേജ് ചെയ്ത്, അല്ലെങ്കിൽ അവർ ചിന്തിച്ച പോലെ കാര്യങ്ങളെല്ലാം വഴങ്ങിക്കിട്ടി. അവരാഗ്രഹിച്ച രീതിയിൽ അവർക്ക് അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും കണക്റ്റ് ചെയ്ത് കിട്ടി എന്നുള്ള ഒരു ഫീലിങ്സ് കൂടി നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് സക്സസ് ആയിരുന്നു. അവരുടെ ഉള്ളിൽ അവർ ഒളിപ്പിച്ച് വെച്ചിരുന്ന, നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് അവർക്ക് അനുകൂലമായി കിട്ടി എന്നുള്ളതും അതിൻ്റെ ഫലമായിട്ട് അവരാഗ്രഹിച്ച രീതിയിലുള്ളൊരു പാർട്ട്ണറെ ആയിരിക്കാം, അവരാഗ്രഹിച്ച പാസ്റ്റിലെ അവരുടെ മനസ്സിൽ കിടന്നിരുന്ന ചില കാര്യങ്ങളായിരിക്കാം, അവരാഗ്രഹിച്ച ചില ഓപ്പർച്യൂണിറ്റീസ് ആവാം. അവരാഗ്രഹിച്ച ചില കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി വന്ന സമയത്ത് യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ നിങ്ങളെ ഇവർ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കറൻ്റ്ലി നമുക്ക് അവരുടെ കർമ്മ എനർജിയിലേക്ക് നോക്കുമ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും ലോസ് ഫീലിങ്സിലേക്ക് അവർ ചെന്ന് എവിടേക്കാണോ നിന്നത് അവിടെ മറ്റ് ചില സിറ്റുവേഷൻസിനും പ്രാധാന്യം, അതായത് നിങ്ങളോട് അവർ ചെയ്തത് അവർ മറ്റൊരിടത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അവരിപ്പം രണ്ടാം കിടമായിട്ട്, അതായത് അവർ മറ്റൊരു സാഹചര്യം അവരുടെ ലൈഫിൽ അവർ ചെന്നിടത്തുണ്ട്. അവരെ കൂടാതെ മറ്റു പ്രാധാന്യമുള്ള എനർജികൾ അവരെവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത് തേർഡ് പാർട്ടി ആയിക്കോട്ടെ, മാര്യേജ് എനർജിയെ കണക്ട് ചെയ്ത സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, അവരെ കൂടാതെ, നിങ്ങളുടെ പേഴ്സണെ കൂടാതെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു രണ്ടാം സ്ഥാനമാണ് ഇപ്പം കറൻ്റ്ലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും കാര്യങ്ങൾക്കുള്ളൊരു ക്ലാരിറ്റി വേണം, ഒരു പുതിയ മാറ്റം വേണം, പുതിയ തുടക്കം വേണം, എല്ലാം ഒന്ന് അഴിച്ചു പണിത് ക്ലിയർ ചെയ്യണമെന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും സാധ്യമാകാത്ത അവസ്ഥ, പൂർണ്ണമായിട്ടും ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസിലേക്കാണ് ഇവരുടെ സാഹചര്യം പോണത്. അതായത് ഇവർ വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടു കൂടി വളരെ പ്രതീക്ഷയോടു കൂടി സ്വീകരിച്ച സാഹചര്യം അവർക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ യാതൊരുവിധ വാല്യൂം കൽപ്പിക്കാതെ അവർക്കൊരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, അതിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരേത് സിറ്റുവേഷൻസിലേക്കാണോ ചെന്ന് ചേർന്നത് ആ സാഹചര്യത്തിൽ അവരിപ്പം ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്നു. അവരെ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ രീതിയിലും അവർക്ക് ലോസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അവർക്ക് നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നു. അവർ ആ ഒരു സാഹചര്യത്തിൽ കിടന്ന് എഫോർട്ട് എടുക്കേണ്ടി വരുന്നു. മുന്നോട്ടേക്കും അവർ ആ ഒരു എഫോർട്ട് അല്ലെങ്കിൽ നഷ്ടങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. അത് പൂർണ്ണമായും അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്നു. അതായത് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതവും തന്നെയാണ് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അവർ വിചാരിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി വിചാരിച്ച് സ്വീകരിച്ചത്, അതായത് ഒരിടത്തൊരു നാശം അല്ലെങ്കിൽ ഒരു പെയിൻഫുള്ളാകുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെന്തിനെയാണോ മനസ്സുകൊണ്ട് സ്വീകരിച്ചത് അവിടെ അവർക്ക് തക്കതായ മറുപടി ലഭിക്കുന്ന, അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയുടെ അതേ ഫലം അവർ സ്വയം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഡബിൾ എനർജി പ്രസൻസ് ആണ്. അവർ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ബന്ധന അവസ്ഥയിലാണ്, ഇരുണ്ട എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്കൊരു ക്ലാരിറ്റിയുമില്ല. അവർക്ക് ശബ്ദമുയർത്തി പ്രതികരിക്കാനോ അവരുടെ ആ ഒരു ഈഗോ പവർഫുള്ളായ മൈൻഡ് സെറ്റ്, അവരുടെ ഇതാകുന്ന ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി, അതൊന്നും ഇപ്പോൾ കറൻറ്റിൽ അവർ നിൽക്കുന്നിടത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നത് ഇൻഡിസിഷൻ എനർജിയാണ്, സ്റ്റക്നെസ് ആണ്, സ്തംഭന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കാലം പിടികൂടിയിട്ടുണ്ട് കേട്ടോ, കർമ്മ പിടികൂടിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എവിടേക്കാണോ അഭയം പ്രാപിക്കുന്നത്, അവരെവിടേക്കാണോ അവർക്കൊരു സമാധാനം ലഭിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഇടം, എവിടെയാണോ അവരുടെ ഒരു പ്രസൻസ് കൊണ്ടുവന്ന് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതെല്ലാം ശത്രുഭാവത്തിലുള്ളവരാണ്. മിത്രം എന്ന് ചിന്തിക്കുന്ന എല്ലാ എനർജികളും അവർക്ക് ശത്രു. അതായത് ശരിക്കും പറഞ്ഞാൽ
അവർക്ക് 4 ചുറ്റിനും ശത്രുക്കളാണ്. അത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു. അവർക്ക് ഒരാളെയും വിശ്വസിച്ച് നിലനിൽക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത വിധം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചതി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചീറ്റിംഗ് അത് വേണ്ടപ്പെട്ടവരിൽ നിന്നു പോലും അവർ ഇമോഷണലി ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവരെ ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യുകയോ സ്വീകരിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ശരിക്കും അവർക്ക് ഓടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച് കളയണമെന്ന് ആഗ്രഹിച്ച്, അതായത് ഒരു എൻഡിങ് എനർജിയിലേക്ക് മനസ്സിനെയും ചിന്തകളെയും കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവരുടെ എനർജി പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വളരെ ശക്തമാകുന്ന സ്ട്രഗിൾ എനർജിയിലാണ് കേട്ടോ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ എപ്പോഴും കോൺഫ്ലിക്റ്റുകളാണ് കേട്ടോ. ഒരിടത്തും അവർക്ക് സമാധാനപരമായിട്ട് നിലനിൽക്കാനോ ഒരു വ്യക്തിയോട് അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ വ്യക്തിബന്ധങ്ങളിൽ ഒന്നും ഒരു ദൃഢതയില്ല, ഒരു ആത്മാർത്ഥതയില്ലാത്തൊരവസ്ഥ. ഇമോഷണലി അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തെറ്റ്, അവരുടെ ആ ഒരു അഹങ്കാരത്തിൻ്റെ ഫലം, ഈഗോയുടെ ഫലം, അവരുടെ തന്നിഷ്ട പ്രവൃത്തിയുടെ ഫലമെന്ന് പറയുന്നത് അൺസൈക്കബിളായൊരു സിറ്റുവേഷൻസാണ് അവർ അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അവർ സൂയിസൈഡ് എനർജിയിലേക്ക് ആത്മഹത്യ അവസാനിപ്പിച്ച് കളയാമെന്നു പോലും ചിന്തിക്കുന്ന തരത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഫുൾ നിരാശയാണ്. ഒരു വ്യക്തിയിൽ നിന്ന് പോലും അവർക്കൊരു ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ ഒരു സന്തോഷം, സക്സസ് ലഭിക്കുന്നില്ല. നമുക്ക് സാന്നിധ്യം എന്ന് പറയുന്നത്, ഒരാളുടെ ഒരു ചേർത്ത് പിടിക്കലെന്ന് പറയുന്നത്, ആശ്വാസകരമായെന്നൊരു വാക്ക് കേൾക്കുക എന്ന് പറയുന്നതൊന്നും ഇന്ന് ഇവർക്കില്ല. ഇവർ ആ അവസ്ഥയിലാണ്, അതായത് നിസ്സഹായതയിലാണ്. എവിടെ നോക്കിയാലും നഷ്ടങ്ങളുടെ മാത്രം ഒരു കണക്കേ ഉള്ളൂ അവരുടെ മുന്നിൽ. അവർ ശരിക്കും പരാജയപ്പെട്ടു. അവരുടെ ലൈഫിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്നവർ വ്യക്തമായി മനസ്സിലാക്കുന്നു. അവരെ കർമ്മ പിടികൂടിയിരിക്കുന്നു. കാലം കണക്ക് ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. ഇവരെ സംബന്ധിച്ച് എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോകണം, എല്ലാം ഉപേക്ഷിച്ച് പോകണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അവിടെയും തടസ്സങ്ങളാണ്. ഇവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, എബ്രോഡ് പോലുള്ള അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാനായിട്ടൊക്കെ ഇവർ വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾ അവരുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട്, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെ കണക്ട് ചെയ്ത്. ഒരു പക്ഷേ ഇവർ സാമ്പത്തികപരമായിട്ട് എവിടെയോ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. അത് ഈ തേർഡ് പാർട്ടിയിൽ നിന്നുമാണ് അവർക്ക് ആ ഒരു ശക്തമാകുന്ന ഫിനാൻഷ്യൽ ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ജസ്റ്റിസ് എനർജിയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അവർ കർമ്മ നേരിടുന്നു. അവരുടെ ലൈഫിനെ അവർ ഇപ്പോൾ ഒരു ബാലൻസ് ചെയ്യാൻ, അവരുടെ ജീവിതത്തെ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് അവർ പലരുടെയും മുമ്പിൽ യാചിക്കുന്ന പല രീതിയിൽ എനിക്ക് തോന്നുന്നു സാമ്പത്തികപരമായിട്ട് വളരെ ശക്തമാകുന്ന ബ്ലോക്കേജ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫിനാൻഷ്യലി എവിടെയെങ്കിലും കൊണ്ട് ഇവരെ തേർഡ് പാർട്ടി കുടുക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവരിൽ നിന്നും ഫിനാൻഷ്യലി വളരെ ഉയർന്ന ഒരു എമൗണ്ട് ഇവരെ ചൂഷണം ചെയ്തിട്ടുണ്ടാവാം. എന്താണെങ്കിലും മറ്റാരോടൊക്കെ ഒരു ഫിനാൻഷ്യലി ഒരു ലോസിൻ്റെ പുറത്ത് യാചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെയൊക്കെയോ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് സാമ്പത്തിക നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ നാട് വിട്ടു പോകണം, അതായത് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നതും. അതും മറ്റുള്ളവർ ശക്തമായിട്ട് ഇവരെ പുറത്തേക്ക് വിടാതെ, ഇവരെ ഇവിടുന്ന് മാറാൻ അനുവദിക്കാത്ത വിധം സ്റ്റക്കാക്കുന്നതായിട്ടും കാണുന്നു. ശരിക്കും ഇവർ കർമ്മ എന്ന് പറയുന്നത് ഇവർക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് ഈ പ്രസൻറ്റിൽ കാണാൻ പറ്റുന്നത്. ഫ്യൂച്ചറിലേക്കല്ല അവരുടെ കർമ്മ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന. പ്രസൻറ്റിൽ അവർ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ അവർ ചില സമയത്ത് ശക്തമായിട്ട് പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരവിടെ ബാലൻസ് ചെയ്യേണ്ടി വരികയാണ്. അവരുടെ പ്രതികരണശേഷി വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ശക്തമായ പ്രതികരണ ശേഷിയായിരുന്നു. അവർക്ക് എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം എന്നുള്ള ഭയമില്ലായ്മ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഒരു മനസ്സാക്ഷിയും ഇല്ലാതെ നിങ്ങളെ ഒരു ഒരു കുഴിയിൽ അകപ്പെടുത്തിയിട്ട് നിങ്ങളെ ഒരു ഇരുട്ടിലേക്ക് തള്ളിയിട്ട് പോയ വ്യക്തിയും കൂടിയാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം അവരുടെ ലൈഫിനെ ബാലൻസ് ചെയ്യാൻ അതേ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി
എനർജീസ് അവരുടെ മനസ്സിനകത്ത് അവർക്കൊരു നിലനിൽപ്പ് വളരെ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്വപ്നം കാണുന്ന ഒരവസ്ഥ. അതായത് എനിക്കൊരു ലൈഫ് കണക്റ്റഡ് ആകും, ഞാൻ രക്ഷപ്പെടുമെന്ന ഒരു സ്വപ്നം കാണേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസാണ് കറൻറ്റ്ലി കാണാൻ പറ്റുന്നത്. ശരിക്കും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, നിരാശയും ദുഃഖവും എല്ലാം അവരെ പിടികൂടുന്നുണ്ട്. സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റിൽ അവർ ചിന്തിക്കുന്നത് ഫസ്റ്റ് വേണ്ടത് മനസ്സമാധാനമാണ് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. അവരുടെ സ്നേഹം ആരെങ്കിലും ആത്മാർത്ഥമുള്ളൊരിടത്ത് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും ഒരു ഇമോഷണൽ പ്രസൻസ് അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ, അതായത് ഒരു മെൻ്റലി ഫിസിക്കലി ഒരു സപ്പോർട്ട് പോലും അവർ ആരിൽ നിന്നെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്കും പാസ്റ്റിലേക്ക് ചിന്തിക്കേണ്ടി വരുന്ന, തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്ലസ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ക്വീൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അവർ ശരിക്കും ബന്ധനത്തിലാണ് കേട്ടോ. ആ ഒരു ബന്ധന അവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കുക എന്നത് അസാധ്യമായൊരു കാര്യമാണ്. അത് ഫ്യൂച്ചറിലേക്കും അവരുടെ ഈ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻസുകൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. എന്താണേലും കർമ്മ അവരനുഭവിച്ച് തീർത്തേ പറ്റൂ. അത് നിങ്ങളോട് മാത്രമല്ല, പലരോടും അവർ ബാഡ് കർമ്മ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരു പേഴ്സണിൽ മാത്രമല്ല അവരുടെ തിന്മയുടെ എനർജി നിൽക്കുന്നത്, പലരുടെയും കണ്ണുനീരിന് കാരണമായിട്ടുള്ളൊരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഈ ഒരു പേഴ്സൺ കറൻ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്നതും സ്വയം ശപിച്ചും സ്വയം ദുഃഖങ്ങളെ എല്ലാം കടിച്ചിറക്കിയും എല്ലാം കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. ശരിക്കും സ്വപ്നം കാണുകയാണ്, ഒരു നല്ലൊരു സമാധാനപരമാകുന്ന അന്തരീക്ഷത്തെ ആഗ്രഹിക്കുന്നു എന്നുകൂടി നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നു. കാരണം ഈ വ്യക്തിക്ക് ലഭിക്കേണ്ടതെല്ലാം മറ്റിടങ്ങളിലേക്ക് പോവുകയാണ്. ഒരു രീതിയിലും ഈ വ്യക്തിക്ക് ജസ്റ്റിസ് ലഭിക്കുന്നില്ല, ന്യായം, നീതി ഇല്ല. ഈ വ്യക്തിയുടെ മുന്നിൽ ഇപ്പം നീതി ഇല്ല എന്ന് തന്നെയാണ് ശരിക്കും കർമ്മ ഇവരെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്.